വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ BJP 3 ജില്ലകളാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. കൂടാതെ മറ്റ് പല ജില്ലകളിലും ചില മണ്ഡലങ്ങളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 20 മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് BJP കാണുന്നുണ്ട്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കണക്ക് കൂട്ടുമ്പോൾ അത് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ചില ജില്ലകളൊക്കെ നമുക്കറിയാം എപ്പോഴും UDFന് അനുകൂലമായിട്ട് നിൽക്കുന്ന ജില്ലകളുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയാണെങ്കിൽ കേരളത്തിൽ എല്ലാ കാലത്തും LDFന്റെ ഒരു തരംഗം ഉണ്ടാകുമ്പോഴും UDFന് കിട്ടുന്ന ഒരു പച്ചത്തുരുത്താണ് എറണാകുളം ജില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു തുരുത്ത് എന്നുള്ളത് പല മുന്നണികൾക്കും കൈവിടാൻ പോവുകയാണ്. കാരണം രാഷ്ട്രീയത്തിനകത്ത് പല സംഭവ വികാസങ്ങളും ഉണ്ടായി, പല സമവായത്തിലും മാറ്റം സംഭവിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൽ 3ാമതൊരു മുന്നണി ശക്തി പ്രാപിക്കുന്നു, NDA മുന്നണി. അതുകൊണ്ട് മുൻകാലങ്ങളിൽ LDFോ UDFോ നിന്ന മണ്ഡലങ്ങളിലേക്ക് BJP വളർന്നു വന്നതും കടന്നു കയറിയതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിൽ ഞാൻ കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ കൊല്ലത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്ന് RSPയുടെ ഒരു തട്ടകമാണ്. ചവറ മുതൽ ചവറ വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിലും ചവറ, കൊല്ലം, ഇരവിപുരം എന്നീ മണ്ഡലങ്ങളൊക്കെ എപ്പോഴും RSPക്ക് വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പോൾ RSPയിൽ അങ്ങനെ എടുത്തു പറയാൻ ആരുമില്ല. നമ്മുടെ പ്രേമചന്ദ്രൻ MP ആണ് കരുത്തനായ ഒരാൾ. പിന്നെ ഉള്ളത് ഷിബു ബേബി ജോണാണ്. എന്തായാലും ഈ UDFലെ ഒരു ഘടകകക്ഷിയാണ്. ഒരു കാലത്ത് എന്ത് പ്രതാപത്തിൽ നിന്നിരുന്ന ഒരു പാർട്ടിയാണെന്ന് ആലോചിക്കണം. ബേബി ജോൺ, TK ദിവാകരന്, RS ഉണ്ണി, K പങ്കജാക്ഷൻ, ഇങ്ങനെ നീണ്ടു പോവുകയാണ് ആ ഒരു നിര എന്നുള്ളത്. അപ്പൊ കൊല്ലത്തിന് RSPയുടെ തട്ടക, അതുപോലെ തന്നെ CPMനായാലും കോൺഗ്രസിനും ഒരുപോലെ സ്വാധീനമുള്ള ഇടം കൂടിയാണ്. കൂടുതൽ CPMന് തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെ CPIക്കുള്ള ഒരു മണ്ഡലമുണ്ട്, ചാത്തന്നൂരാണ്. ഈ ചാത്തന്നൂർ മണ്ഡലമാണ് BJPയുടെ എ ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഈ കൂടുതൽ ചർച്ചകളിൽ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 2016ലും 2021ലും BJP ഇവിടെ 2ാം സ്ഥാനത്താണെന്നുള്ളത് ഓർക്കണം. 2011 വന്നിട്ട് 3800 വോട്ട് മാത്രമേ നേടിയിട്ടുള്ളൂ BJP അവിടെ. അന്ന് 2011 LDF UDF ഏതാണ്ടൊക്കെ ഒരുപോലെ നിൽക്കുന്ന ഒരു സമയമാണ്. 2016 വന്നിട്ട് 10 മടങ്ങ് വർധനവ് അവിടെ ഉണ്ടാക്കി. 2021 വരുമ്പോൾ 42,000 വോട്ട് കഴിഞ്ഞു BJPക്ക്. BJPക്ക് അത്ര മുന്നേറ്റം കുറിക്കാൻ കഴിഞ്ഞ വിജയ സാധ്യത ഉറപ്പായിട്ടുള്ള ഇടം കൂടിയാണ്. ഇപ്പോഴവിടുത്തെ CPയുടെ MLA ജയലാലാണ്. ജയലാല് 2 ടേമായിട്ട് അവിടെ മത്സരിച്ച് വിജയിച്ചു വരികയാണ്. CPIയിലും ഈ 2 ടേം കഴിഞ്ഞവരെ മാറ്റി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ 2026 ജയലാല് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിലെ CV പത്മരാജൻ, പ്രതാപവർമ്മ തമ്പുരാന്, ശൂരനാട് രാജശേഖരൻ, പീതാംബരക്കുറുപ്പ്, ഇങ്ങനെ പ്രഗത്ഭരൊക്കെ തന്നെ തോക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്ക് BJP കടന്നുകയറ്റം നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് 2026 അത് പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് വാശി. കാരണം 2011 ഒരൊറ്റ കുതിപ്പാണ്. ആ കുതിപ്പിൽ
26-ൽ വിജയത്തിലെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് BJP അവിടെ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി കൊല്ലംകാരിയായിട്ടുള്ള ഒരു സിനിമാ താരത്തെയാണ്, അനുശ്രീ എന്ന സിനിമാ താരത്തെ ചാത്തന്നൂരിൽ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. 4ാം ക്ലാസ് മുതൽ താൻ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തകയാണ്, സജീവമായിട്ട് അതിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ സാധാരണ ഒരു സിനിമാക്കാരിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ചട്ടക്കൂടിൽ നിന്നൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരാളാണ് അനുശ്രീ. പൊതു ഇടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലെ തന്നെ വിശേഷ അവസരങ്ങളിൽ ഭാരതാംബയുടെയൊക്കെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുത്തിട്ടുള്ള ബാലഗോകുലത്തിൻ്റെ പ്രവർത്തകയായിരുന്ന അനുശ്രീയെ ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക്, വിജയസാധ്യത ഉറപ്പായിട്ടുള്ള ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനാണ് പാർട്ടിയുടെ നീക്കം. അതിനകത്ത് സുരേഷ് ഗോപിയും ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, അനുശ്രീക്ക് വേണ്ടി പാർട്ടിയിൽ സംസാരിക്കുകയുണ്ടായി. സുരേഷ് ഗോപി കൊല്ലംകാരനാണ്, അതുകൊണ്ട് അവിടുത്തെ പൾസ് അറിയാവുന്ന ആളുമാണ്. സിനിമാ ബന്ധമല്ലാതെ തന്നെയും നല്ല പരിചയമൊക്കെ ഉണ്ട് അനുശ്രീയുമായിട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾ മുഖവിലയ്ക്ക് തീർച്ചയായും പാർട്ടി എടുക്കും. അപ്പോൾ പൊതുരംഗത്തേക്കുള്ള ഒരു ചുവടുമാറ്റമാണ് അനുശ്രീയിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ അനുശ്രീയെ പോലുള്ള ഇപ്പം CPM-കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഇത്തരത്തിൽ ഈ കലാകാരന്മാരെയൊക്കെ തേടി നടക്കുന്നുണ്ട്. CPM അവർക്ക് വിജയസാധ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇങ്ങനെ CPM സഹയാത്രികൻ എന്നുള്ള മട്ടിൽ കൊണ്ടുവന്ന് സിനിമാക്കാരെയൊക്കെ ഇറക്കും. ഇപ്പൊ ഇന്നസെന്റിനെ നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ട് 2 തവണ. ആദ്യത്തെ തവണ വിജയിച്ചു, 2ാം തവണ പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് KPSC ലളിതയെ ഒരിക്കൽ വടക്കാഞ്ചേരിയിൽ നിർത്തി മത്സരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അതിശക്തമായ എതിർപ്പ് കാരണം, പാർട്ടിയിൽ നിന്ന് എതിർപ്പ് കാരണം പിൻവാങ്ങുകയും ചെയ്തു. നടൻ മുരളിയെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ചു. VM സുധീരനോട് മുരളിക്ക് പരാജയപ്പെടേണ്ടി വരികയും ചെയ്തു. കൂടാതെ ഇപ്പോൾ മുകേഷ് പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. കാരണം അവിടെ ഇപ്പോൾ ഒരു CPM-ന് വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗമാണ് അവിടെ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM ഒരുപക്ഷെ ഇത്തവണ അത്തരത്തിലുള്ളവരെ ഇറക്കാൻ സാധ്യതയുണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുകേഷ് പലതരത്തിലുള്ള പേരുദോഷം ഉണ്ടാക്കി. ഒരു MLA എന്നുള്ള രീതിയിൽ പേരുദോഷം, പാർട്ടിക്ക് വലിയ പേരുദോഷം, ജനങ്ങളുമായിട്ട് അകന്നു, ജനങ്ങളോട് മേൽ കയറുന്നു, ധിക്കാരത്തോടുകൂടി സംസാരിക്കുന്നു. ഇതൊക്കെ ഒരു MLA-യിൽ നിന്ന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് CPM അത്തരത്തിലുള്ള പരീക്ഷണത്തിന് മുതിരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ BJP ഇത്തരത്തിലൊരു സിനിമാ താരത്തെ രംഗത്തേക്ക് ഇറക്കുമ്പോൾ അതൊരു പക്ഷേ അവർ ഒന്നും കാണാതെ അങ്ങനെ ആ ഒരു കലാകാരിയെ ആ രംഗത്തേക്ക് ഇറക്കില്ല. ചാത്തന്നൂർ ഇവർക്കേറെ ഉറപ്പായിട്ടുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെയാണ് അനുശ്രീയെ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.